ഇലക്ട്രോഫോറസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോഫോറസിസ്, a laboratory technique used to separate DNA, RNA, or protein molecules based on their size and electric charge. ഡി എൻ എ ആർ എൻ എ പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടീൻ മോളിക്യൂൾസിനെ നമ്മുടെ ലാബിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് അതിന്റെ സൈസിനെയും അതുപോലെ ഇലക്ട്രിക് ചാർജിനെയും അടിസ്ഥാനമാക്കിയാണ് ഇലക്ട്രോഫോറസിസ് എന്ന ടെക്നിക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. term electrophoresis describes the migration of a charged particle under the influence of an electric field. അപ്പൊ ഇലക്ട്രോഫോറസിസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ മൈഗ്രേഷൻ ആണ്. ഇലക്ട്രിക് ഫീൽഡിന് ഇൻഫ്ലുവൻസ് കാരണം പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരും നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരുടെയും മൈഗ്രേഷൻ, അതിന്റെ ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്കുള്ള ഒരു മൈഗ്രേഷൻ. അപ്പൊ ഇലക്ട്രോഡ് ഫീൽഡിന് ഇൻഫ്ലുവൻസ് കാരണമുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഒരു മൈഗ്രേഷൻ ആണ് ഇലക്ട്രോഫോറസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് കറന്റ് ഈസ് യൂസ്ഡ് ടു മൂവ് മോളിക്യൂൾസ് ടു ബി സെപ്പറേറ്റ് ത്രൂ എ മീഡിയം. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് ഇങ്ങനെ മോളിക്യൂൾസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇലക്ട്രിക് കറന്റ് വേണം. ഇലക്ട്രിക് കറന്റ് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും അതിന്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മുടെ ചാർജ് പാർട്ടിക്കിൾസ് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. പോർസ് ഇൻ ദ ജെൽ വർക്ക് ലൈക്ക് എ സിയം, allowing smaller molecules to move faster than that of the larger molecule. അപ്പോൾ ഇവിടെ ജെല്ലിൽ ഉണ്ടാകുന്ന പോർസ് അത് ഒരു സീവായിട്ട് അരിപ്പ പോലെ ആക്ട് ചെയ്യും. അപ്പൊ അത് കാരണം തന്നെ സ്മോൾ മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ സ്പീഡിൽ പോവുകയും ചെയ്യും. ലാർജ് മോളിക്യൂൾസ് ആണെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ലാർജ് മോളിക്യൂൾസിനെക്കാളും സ്പീഡിൽ പോവുകയും ചെയ്യും. അങ്ങനെയാണ് അവരുടെ സെപ്പറേഷൻ നടക്കുന്നത്. The conditions used during electrophoresis can be adjusted to separate the molecules in desired size range. ഇപ്പൊ നമുക്ക് ഇലക്ട്രോഫോറസിൽ നമുക്ക് നമ്മൾ സൈസ് ഏതാ വേണ്ടത് ആ അനുസരിച്ച് നമുക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Principle of electrophoresis: separation or purification technique of proteins, DNA and RNA that differ in charge, size and conformation. അപ്പൊ DNA RNA പോലത്തെ സാധനത്തിന്റെ എന്താണ് ഒരു ചാർജ് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ കൺഫോർമേഷൻ ഡിഫറെന്റ് ആണ്. അങ്ങനത്തെ സാധനത്തിന്റെ സെപ്പറേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷന് നമുക്ക് ഇലക്ട്രോഫോറസിസ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് നടത്താൻ പറ്റും. ചാർജ്ഡ് മോളിക്യൂൾസ് ആർ പ്ലേസ്ഡ് അറ്റ് വൺ എൻഡ് അക്കോർഡിംഗ് ടു ദെയർ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. അപ്പൊ ഈ ചാർജ്ഡ് മോളിക്യൂൾസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു എൻഡിൽ വെക്കണം. അപ്പൊ അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യാം. Movement of the charged species in electric field gives differential mobility to the sample molecule based on the charge and consequently resolve them. അപ്പൊ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഒരേപോലെ ഉണ്ടാകാം. ഇലക്ട്രിക് ഫീൽഡിൽ ചാർജ്ഡ് സ്പീഷീസിന്റെ ഓരോന്നിന്റെയും ഇലക്ട്രിക് ഫീൽഡിലുള്ള മൂവ്മെന്റ് വ്യത്യാസമായിരിക്കും. ആ മൊബിലിറ്റിയുടെ വ്യത്യാസം കാരണം നമുക്ക് സാമ്പിൾ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. On passing current, they start migrating towards opposite electrode and which can be either positive or negative electrode. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോഡിലും, നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഇലക്ട്രോഡിലേക്കും ആനോഡിലും കാഥോഡിലും റെസ്പെക്റ്റീവ്ലി അവർ മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം. The size, shape and charge of the molecule remain constant during electrophoresis and determines the mobility of ionic particle. അപ്പൊ ഈ ഇലക്ട്രോഫോറസിസ് സമയത്ത് സൈസ്, ഷേപ്പ്, ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് മൊബിലിറ്റി എന്ന് പറയുന്നത് അയോണിക് പാർട്ടിക്കിൾസിന് മൊബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോഫോറസിസ്, അപ്പൊ അതിന് ജസ്റ്റ് ചെറിയ സെറ്റപ്പ് ഫിഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രിക് ഫീൽഡ് ഫാക്ടർ ആണ് ഒന്ന്, സാമ്പിള്, ബഫർ സൊല്യൂഷൻ, പിന്നെ സപ്പോർട്ടിംഗ് മീഡിയം. ഇതെല്ലാം ഇലക്ട്രോഫോറസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ചാർജ്, സൈസ്, ഷേപ്പ്. ബഫർ നോക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ, കോൺസെൻട്രേഷൻ, pH. പിന്നെ മീഡിയത്തിന് നോക്കുകയാണെങ്കിൽ എന്ത് മീഡിയത്തിന് ടൈപ്പ് എന്താ, പിന്നെ ഇലക്ട്രോഓസ്മോസിസ്, ഈ സംഭവങ്ങൾ. ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് രണ്ട് തരത്തിലുണ്ട്, സ്ലാബ് ഇലക്ട്രോഫോറസിസും കാപ്പിലറി ഇലക്ട്രോഫോറസിസും. അതിൽ മെയിൻ നമുക്ക് പഠിക്കാനുള്ളത് കാപ്പിലറി ഇലക്ട്രോഫോറസിസിലെ സംഭവങ്ങളാണ്. സ്ലാബ് ഇലക്ട്രോഫോറസിസിൽ സോൺ ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ഇമ്പ്യൂർ ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ഐസോ ഇലക്ട്രോ ഫോക്കസിംഗ്. ആൻഡ് കാപ്പിലറി ഇലക്ട്രോഫോറസിസ് നോക്കുകയാണെങ്കിൽ ജെൽ ഇലക്ട്രോഫോറസിസും ഉണ്ട്, പൈപ്പർ ഇലക്ട്രോഫോറസിസും ഉണ്ട്. അതിൽ ജെൽ ഇലക്ട്രോഫോറസിസ് ഉള്ളതാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. പോളിയോക്രമിഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, പൾസ് ഫീൽഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് നമുക്ക് അതിലേക്ക് എടുക്കാം. നമുക്ക് ഈ കാപ്പിലറി ഇലക്ട്രോഫോറസിസിൽ ജെൽ ഇലക്ട്രോഫോറസിസ് വരുന്ന സംഭവങ്ങൾ അത് നമുക്ക് പഠിക്കേണ്ടത്. ജെൽ ഇലക്ട്രോഫോറസിസ് നോക്കുകയാണെങ്കിൽ എ സാമ്പിൾ റാപ്പിഡ് ആൻഡ് സെൻസിറ്റീവ് ആന്റിക്കൽ ടെക്നിക് ഫോർ സെപ്പറേഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ. അപ്പൊ ചാർജ് പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള, റാപ്പിഡ് ആകും പക്ഷെ സെൻസിറ്റീവും ആയിട്ടുള്ള
ഒരു ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. The gels, however, are porous, and the size of the pores related that of the molecule determines whether the molecule will enter the pore and be retarded or will bypass it. ഇപ്പൊ ജെല്ലിൽ എന്തുണ്ടാവും? പോർ സൈസ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ആ പോർ സൈസിനനുസരിച്ചായിരിക്കും നമ്മൾ മോളിക്യൂളിനെ അവിടെ എൻറ്റർ ചെയ്യണോ അല്ലെങ്കിൽ എൻറ്റർ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. ചെറിയ പോറാണെങ്കിൽ വലിയ പാർട്ടിക്കിൾസ് ഒന്നും ആ പോറിന് കൂടി എൻറ്റർ ചെയ്യൂല. സെപ്പറേഷൻ ദസ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജ് ഓൺ ദ മോളിക്യൂൾ ബട്ട് ഓൾസോ സൈസ്. അപ്പൊ സെപ്പറേഷൻ എന്ന് പറയുന്നത് ചാർജിന് മാത്രമല്ല സൈസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Needless to say that resolution of a sample is sharper and better in gel than any other type of medium. അപ്പൊ സാമ്പിളിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര ഷാർപ്പർ ആണ്. അതുപോലെ തന്നെ ജെല്ലില് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബെറ്റർ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ല സെപ്പറേറ്റ് ചെയ്യാൻ പോസിബിൾ സംഭവം എന്ന് പറയുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ്. കാരണം ജെല്ലാണ് കുറച്ചുകൂടി സാമ്പിൾ നമുക്ക് ഷാർപ്പർ ആയിട്ടും ബെറ്റർ ആയിട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സാമ്പിൾസ് ആർ ലോഡ് ഇൻ ടു ദ വെൽസ്. അപ്പൊ അവിടെ ഒരു വെല്ലിൽ നമ്മുടെ സാമ്പിൾസ് ലോഡ് ചെയ്യും. ആ ജെല്ലിന്റെ ഒരു വെൽ നിറച്ചൊരു പാർട്ട് ഉണ്ടാവും. ഓരോ സാമ്പിൾസിന് ലോഡ് ചെയ്യും. ഇലക്ട്രിക് കറന്റ് ഇസ് അപ്ലൈഡ് ടു പുൾ ത്രൂ ദം ത്രൂ ദ ജെൽ. ജെല്ലിലേക്ക് ആ സാമ്പിൾസിന് വെല്ലിൽ നിന്ന് പുള്ള് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് കറന്റ് അപ്ലൈ ചെയ്യും. And there is difference in electrophoretic mobility of these charged molecules due to their difference in size, shape and charge. അപ്പൊ ഓരോ ചാർജ് പാർട്ടിക്കലും ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി പറയുന്നതായിരിക്കും ഒരേപോലെയല്ല, വ്യത്യാസമാണ്. അവരുടെ സൈസ്, അവരുടെ ഷേപ്പ്, അവരുടെ ചാർജ് അനുസൃതമായിട്ട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നമുക്ക് സാമ്പിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ജെൽ ഇലക്ട്രോഫോറസിസ് 2 ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അഗോറസും ഉണ്ട്, അതുപോലെ പോളിഅക്രിലമൈഡും ഉണ്ട്. ഫസ്റ്റ് അഗാറസ് നോക്കുകയാണെങ്കിൽ അഗോറസ് എന്താണ്? ഒരു നാച്ചുറൽ കൊളൈഡ് ആണ്. അത് സിവിയുടെ ഐസൊലേറ്റ് ചെയ്ത ഒരു നാച്ചുറൽ കൊളൈഡ് ആണ് എന്ത്? അഗാറസ് എന്ന് പറയുന്നത്. അതുപോലെ അഗാറസ് ഒരു ലീനിയർ പോളിസാക്കറൈഡ് ആണ്. ഈ അഗാറസ് ഇങ്ങനെ മേഡപ്പ് എന്ന് വെച്ചാൽ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് അഗാറോ ബയോസിനെ കൊണ്ടാണ് ഈ അഗാറോസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കംപ്രൈസസ് ആൾട്ടർനേറ്റീവ് യൂണിറ്റ് ഓഫ് 3,6 അൻഹൈഡ്രോ ലാക്ടോസ് ആൻഡ് ഗാലക്ടോസ്. അവിടെ എന്തുണ്ട്? 3,6 അൻഹൈഡ്രോ ലാക്ടോസിന്റെയും ഗാലക്ടോസിന്റെയും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. ആ യൂണിറ്റ്സ് ഒക്കെ കംപ്രൈസ് ആയിട്ടാണ് അഗാറോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദിസ് ജെൽ ഹാസ് ജനറലി ലാർജർ പോർ സൈസ്. ഈ ജെല്ലിന്റെ പോർ സൈസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. ആൻഡ് വിച്ച് മേക്ക് ദം സ്യൂറ്റബിൾ ടു സെപ്പറേറ്റ് ലാർജ് മോളിക്യൂൾസ്. അത് കാരണം തന്നെ നമ്മൾ അഗാറോസ് യൂസ് ചെയ്യുന്നത് വലിയ വലിയ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 200 കിലോ ഡാൽട്ടനേക്കാളും ഹെവി ആയിട്ടുള്ള മോളിക്കുലർ മാസ് 200 കിലോ ഡാൽട്ടനേക്കാളും കൂടുതലുള്ള സാധനത്തെ വരെ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവർ പോർ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. അതുകൊണ്ട് വലിയ വലിയ മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗാറോസ് എന്ന് പറഞ്ഞ മീഡിയം യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രോഫോറസിസ് ഓഫ് ബോത്ത് പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ്. ഇപ്പൊ പ്രോട്ടീന്റെയും ന്യൂക്ലിക് ആസിഡ്സിന്റെയും ഒക്കെ സെപ്പറേഷൻ നമ്മൾ ഇലക്ട്രോഫോറസിന് വേണ്ടി നമ്മൾ ഈ അഗാറോസ് ജെൽ യൂസ് ചെയ്യുന്നുണ്ട്. അഗാറസ് ഈസ് യൂസ്ഡ് ഇൻ കോൺസെൻട്രേഷൻ ബിറ്റ്വീൻ 1% 3%. ഈ ഒരു കോൺസെൻട്രേഷൻ 1-ന്റെയും 3-ന്റെയും അടക്കാണ് അഗാറോസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ 2 ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്താണ് പോളിഅക്രിലമൈഡ് എന്ന് പറയുന്നത്. പോളിഅക്രിലമൈഡ് ജെൽസ് ഈസ് consisting of chains of acrylamide monomers cross-linked with N-dash methylene bisaccharide units. അപ്പൊ ഇത് പറഞ്ഞത് ആക്രിലമൈഡ് മോണോമേഴ്സിന്റെ ചെയിൻസ് ആണ്. ആക്രിലമൈഡ് മോണോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? N-dash methylene bisaccharide യൂണിറ്റ്സും ആയിട്ട് ക്രോസ് ലിങ്ക് ചെയ്ത ആ ഒരു ആക്രിലമൈഡ് മോണോമേഴ്സിന്റെ ചെയിൻ ആണ് പോളിഅക്രിലമൈഡ് ജെൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി ടേംഡ് ആസ് ബിസാക്രിലമൈഡ് എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഇൻ ദിസ് ജെൽ pore size and resolving power is totally depends upon concentration of acrylamide and disacrylamide. അപ്പൊ ഈ ഒരു ജെല്ലിൽ പോർ സൈസും അതുപോലെ റിസോൾവിംഗ് പവറും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആക്രിലമൈഡിന്റെയും ഡിസാക്രിലമൈഡിന്റെയും കോൺസെൻട്രേഷനെയാണ്. ദ കോൺസെൻട്രേഷൻ ഓഫ് ജെൽ നോർമലി വാരീസ് ഫ്രം 5% to 25%. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ വേറെ 5% മുതൽ 25% വരെയാണ്. ആൻഡ് ദിസ് ജെൽ ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോഫോറസിസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്രോട്ടീൻസ് വിത്ത് റേഞ്ചിങ് ഫ്രം മോളിക്കുലർ വെയ്റ്റ്സ് 5,000 to 2 lakh. അപ്പൊ ഈ ഒരു റേഞ്ചിലുള്ള മോളിക്യൂൾസിനെ പറ്റുന്ന ആൾക്കാരെയാണ് നമുക്ക് ഈ പോളിഅക്രിലമൈഡ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് പോളിന്യൂക്ലിയോട്ടൈഡ് ആണെങ്കിൽ അതിന്റെ റേഞ്ച് 5 to 3,000 ബേസ് പെയർസ് ഇൻ സൈസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പോളിഅക്രിലമൈഡ് ജെൽസ് ആർ പ്രിപ്പയർഡ് ബൈ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ഓഫ് ആക്രിലമൈഡ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ ഓഫ് ആക്രിലമൈഡും അതുപോലെ കോമ്പൗണ്ട് ആയ ക്രോസ് ലിങ്ക് സച്ച് ആസ്
ബിസ് ആക്ലിമേറ്റിന്റെ പ്രിപ്പറേഷൻ വഴിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ഫിഗർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആവറേജ് പോർസേസ് ജെൽ മെട്രിക്സ്. അപ്പൊ ആവറേജ് പോർസേസ് ആക്കാൻ നോക്കുകയാണെങ്കിൽ അഗാറോസിൻ്റെത് കൂടുതലാണ് പോളിയാക്രിമിനേക്കാളും. അതിന്റെ ആ ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളത്. DNA വിഷ്വലൈസേഷൻ ആഫ്റ്റർ ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പൊ DNA വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിരിയം ബ്രോമൈഡ്, മെത്തിലിയം ബ്ലൂ, ട്രാക്കിൻ ഡൈസ് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എത്തിരിയം ബ്രോമൈഡ് നോക്കുകയാണെങ്കിൽ എത്തിരിയം ബ്രോമൈഡ് ഈസ് മിക്സഡ് ടു പ്രിപ്പയർ ജെൽ ബിഫോർ ഇലക്ട്രോഫോറസിസ് ഫോർ യൂണിഫോർമലി ഡിസ്പേഴ്സ്ഡ് ത്രൂ ഔട്ട് ദ മെട്രിക്സ്. എത്തിരിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് ജെൽ ഇലക്ട്രോഫോറസിസിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ മെട്രിക്സിൽ യൂണിഫോം ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിരിയം ബ്രോമൈഡ് കൊണ്ട് പറ്റും. ഇൻ ദ പ്രസൻസ് ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ് എത്തിരിയം ബ്രോമൈഡ് എക്സിബിറ്റ് ഫ്ലൂറസൻസ്. അൾട്രാവയലറ്റ് ലൈറ്റിന്റെ പ്രസൻസിൽ ഈ എത്തിരിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് ഫ്ലൂറസൻസ് എക്സിബിറ്റ് ചെയ്യും. ടെക്നീഷ്യൻ ഷൈൻ എസ്പെഷ്യലി കാലിബ്രേറ്റഡ് UV light across the gel while emission captures the picture of the glowing fragments. ടെക്നീഷ്യന്റെ ഒരു UV ലൈറ്റ് അവിടെ ജെൽ അക്രോസ് ആയിട്ട് കൊടുത്താൽ നമുക്ക് അതിന്റെ ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒരു ഗ്ലോയിങ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അതിന്റെ പിക്ചർ കിട്ടും, അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി മെത്തിലിയം ബ്ലൂ നോക്കുകയാണെങ്കിൽ if a UV transilluminator is not available or practical, one can render DNA visible under normal condition by soaking in finished agarose gel with electrophoresis inside the solution of methylene blue overnight. അപ്പോൾ UV ട്രാൻസ്മിറ്റർ നമുക്ക് അവൈലബിൾ അല്ലാന്ന് വിചാരിക്കും പ്രാക്ടിക്കലി. അങ്ങനെ കേസിൽ നമുക്ക് DNA വിസിബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നോർമൽ കണ്ടീഷനിൽ തന്നെ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ സോക്കിംഗ് ഫിനിഷ്ഡ് അഗാറോസ് ജെൽ, ഈ ഫിനിഷ്ഡ് അഗാറോസ് ജെൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഇലക്ട്രോഫോറസിൽ DNA അകത്തുള്ള ഒരു ഫിനിഷ്ഡ് അഗാറോസ് ജെല്ലിനെ നമ്മൾ മെത്തിലിയം ബ്ലൂവിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് DNA വിസിബിൾ ചെയ്യാൻ പറ്റും. And the increase in DNA stain density yields a deeper shade of blue. അപ്പൊ DNA സ്റ്റെയിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ എന്താണ് ഒരു ഡീപ്പർ ഷെയ്ഡ് ഓഫ് ബ്ലൂ ഉണ്ടാവും. അത് നമുക്ക് നമ്മളെ സാധാ നേക്കഡ് ആയി കൊണ്ട് തന്നെ നമുക്ക് നഗ്നമായ നേത്രം കൊണ്ട് തന്നെ വിസിബിൾ ചെയ്യാൻ പറ്റും. And tracking dyes such as bromophenol blue and xylene cyanide can be used and which move across the agarose cell matrices during electrophoresis at the same speed as DNA. Tracking dyes ആയ bromophenol blue അല്ലെങ്കിൽ xylene cyanide ഇതൊക്കെ നമുക്ക് ഇങ്ങനെ അഗാറോസ് സെൽ മെട്രിസസിൽ ഇലക്ട്രോഫോറസിസ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അഗാറോസ് സെൽ ഇലക്ട്രോഫോറസിസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. A method of gel electrophoresis used in biochemistry, molecular biology, genetics, and clinical chemistry to separate a cell population of macromolecules such as DNA, RNA, or protein matrix of agarose. അപ്പൊ അഗാറോസിന്റെ മെട്രിക്സിൽ മിക്സഡ് പോപ്പുലേഷൻ ഓഫ് DNA, RNA അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ സെപ്പറേഷൻ ആണ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് ബയോകെമിസ്ട്രി ആയാലും അല്ലെങ്കിൽ ജെനറ്റിക്സിലോ ക്ലിനിക്കൽ കെമിസ്ട്രി അങ്ങനെ പല ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇത്. അഗാറോസ് ഇസ് നാച്ചുറൽ ലീനിയർ പോളിമർ extra different sieved, അത് ഓൾറെഡി പറഞ്ഞതാണ്. And that forms a gel matrix by hydrogen bonding when heated in a buffer and allowed to cool. അതെന്ത് ചെയ്യും? ഒരു ജെൽ മെട്രിക്സ് ഫോം ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് ജെൽ മെട്രിക്സ് ഫോം ചെയ്യുന്നത്. ഹീറ്റഡ് ഇൻ എ ബഫർ, ഒരു ബഫറിൽ ഹീറ്റ് ചെയ്ത് അതിനെ കുറച്ച് സമയം കൂൾ ചെയ്യാൻ വെച്ചാൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യും. And they are the most popular medium of separation of moderate and large size nucleic acids and a wide range of separations. അപ്പം മോഡറേറ്റ് മുതലത്തിലെ ലാർജ് സൈസ് ന്യൂക്ലിക് ആസിഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ള ഏറ്റവും നല്ലൊരു മെത്തഡാണ് ഈ അഗാറോസ് സെൽ ഇലക്ട്രോഫോറസിസ്. Potential difference is applied across electrodes in a horizontal electrophoretic tank containing agarose cells and biomolecules is loaded and then molecules migrate to the respective electrode. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഇലക്ട്രോഡിന് അടുത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോഫോറിക് ടാങ്കിലെ അഗാറോസ് സെൽ ബയോമോളിക്യൂൾസും ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവര് അതിന്റെ റെസ്പെക്റ്റീവ് ഇലക്ട്രോഡ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, അതിന്റെ ചാർജിനെ സ്ഥാനമാക്കിയിട്ട്. And the rate of this migration of charged particles depends on size, shape, and molecular mass. ഈ ചാർജ് പാർട്ടിക്കിൾസിന്റെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അവർ സൈസിനെയും ഒരു ഷേപ്പിനെയും അതൊരു മോളിക്കുലർ മാസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. In this process, large molecules have difficulty in moving through the pore size. അപ്പോൾ ലാർജ് മോളിക്യൂൾസിന് പോർ സൈസ് പോകാൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. പക്ഷെ സ്മോളർ മോളിക്യൂൾസ് ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. And the bands of the protein or nucleic acid is visualized by using intercalating dye. ഡൈ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോട്ടീൻസിന്റെ ബാൻഡ്, ന്യൂക്ലിക് ആസിഡിന്റെ ബാൻഡ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തിരി ബ്രോമൈഡ് പോലത്തെ
ഇന്റർകലേറ്റിംഗ് ഡൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിത്ത് അൾട്രാവയലറ്റ് ലൈറ്റ്സ്. ഇതിന് റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോഫോർട്ടിക് യൂണിറ്റ് വേണം, പവർ സപ്ലൈ, ജെൽ കാസ്റ്റിംഗ് ട്രേസ്, കോംസ്, അഗാറസ് ജെൽ ഓർ മീഡിയ. ഇലക്ട്രോഫോറസിസ് ബഫർ നോക്കുകയാണെങ്കിൽ കോമ്പോസിറ്റ് ഡയോഡിക് സ്ട്രെങ്ത് ഓഫ് ദിസ് ബഫർ ഇസ് ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ സപ്രഷൻ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ അതിന് സപ്രഷൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത് അതിന് ബഫർ സൊല്യൂഷൻ ആണ്. മോസ്റ്റ് റൂട്ടീൻലി യൂസ്ഡ് ബഫേഴ്സ് ആർ സാധാരണ യൂസ് ചെയ്യുന്ന ബഫേഴ്സ് TAE. ഇറ്റ് ഹാസ് എ ലോവർ ബഫറിംഗ് കപ്പാസിറ്റി. സെപ്പറേറ്റ് ലാർജ് ന്യൂക്ലിക് ആസിഡ് ഫ്രാഗ്മെന്റ്സ്. ലാർജ് ന്യൂക്ലിക് ആസിഡിന്റെ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോവർ ബഫറിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് എന്ത് TAE എന്ന് പറയുന്നത്. റിക്വയർമെന്റ് ഇലക്ട്രോഫോറസിസ് ബഫർ ആൻഡ് മോസ്റ്റ് റൂട്ടീൻലി യൂസ്ഡ് ബഫർ ആർ TB യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോഡിംഗ് ബഫർ. Nucleic acid is before loading to the gels. First mix with gel loading buffer and which consists of loading buffer salts ഉണ്ടാവും, മെറ്റച്ചിലേറ്റർ ഉണ്ടാകും. പിന്നെ സാൾട്ട് എന്ന് വെച്ചാൽ അയോണിക് സ്ട്രെങ്ത്, അതുപോലെ സാമ്പിളിന്റെ പീച്ചിനടുത്ത് ഫേവറായ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. മെറ്റച്ചിലേറ്റർ ആണെങ്കിൽ ന്യൂക്ലിയസ് പ്രിവെന്റ് ചെയ്യും. And it provides the color of the tracking and easy monitoring of samples such as bromophenol. ഡൈസ് ലോഡ് ചെയ്യും. പിന്നെ ട്രാൻസ്മിറ്റർ UV ലൈറ്റ് ബോക്സ് വെച്ചാണ്. നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ AGE. ഫസ്റ്റ് സാമ്പിൾ പ്രിപ്പയർ ചെയ്യാം, പിന്നെ അഗാറസ് ജെൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ജെൽ കാസ്റ്റിംഗ്, സെറ്റിംഗ് അപ്പ് ദി ഇലക്ട്രോഫോറസിസ് ചാമ്പർ സെറ്റിംഗ് അപ്പ് ചെയ്യാം. ജെൽ ലോഡിംഗ് ഇൻ ദ സാമ്പിൾ ലോഡിംഗ്. പിന്നെ പ്രോസസ് ഓഫ് ഇലക്ട്രോഫോറസിസ് ഒബ്സർവ് ദ DNA എക്സ്പോഷർ അണ്ടർ UV ലൈറ്റ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ റൂട്ടീൻലി യൂസ്ഡ് മെത്തേഡ് ഫോർ സെപ്പറേഷൻ ഓഫ് പ്രോട്ടീൻസ് DNA ഓർ RNA. DNA അല്ലെങ്കിൽ RNA നമ്മൾ പ്രോട്ടീൻ സെപ്പറേറ്റ് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന മെത്തേഡാണ് ഇത്. എസ്റ്റിമേഷൻ ഓഫ് സൈസ് ഓഫ് DNA മോളിക്യൂളിന്റെ സൈസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അനാലിസിസ് ഓഫ് PCR പ്രൊഡക്ട്സ് അനാലിസിസിന് വേണ്ടി യൂസ് മോളിക്കുലർ ജനറ്റിക് ഡയഗ്നോസിസ് ഓർ ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ യൂസ് ചെയ്യും. സെപ്പറേഷൻ ഓഫ് റിസ്ട്രിക്റ്റഡ് ജീനോമിക് DNA പ്രയർ ടു സദേൺ അനാലിസിസ് ഓർ RNA ടു നോർത്തേൺ അനാലിസിസ്. widely employed to estimate the size of the DNA after discussing to the restriction enzymes. Example, restriction method of clone DNA. DNA fragments estimate use ചെയ്യുന്നുണ്ട്. Adherence നോക്കുകയാണെങ്കിൽ for most application only single component agar is needed and no polymerization catalyst is required. അപ്പോൾ അധിക സമയത്ത് ഒരു സിംഗിൾ അഗാറസ് മാത്രമുണ്ട്, പോളിമറൈസേഷൻ വേണ്ട. Therefore, agarose gels are simple and rapid to prepare. അങ്ങനെ agarose gel എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്, അതുപോലെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ റാപ്പിഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദി സാമ്പിൾസ് can also be recovered. സാമ്പിൾസ് റീകവർ ചെയ്യാൻ പറ്റും. ആൻഡ് ജെൽസ് can melt during the electrophoresis. ജെൽ എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസ് സമയത്ത് മെൽറ്റ് ചെയ്യുന്നതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ബഫർ can become exhausted. ബഫർ എക്സോസ്റ്റ് ആകും. പിന്നെ ഡിഫറെന്റ് ഫോംസ് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ മെറൺ ഇൻ അൺപ്രഡിക്റ്റബിൾ ഫോംസ്. അപ്പൊ നമ്മൾ വിചാരിക്കാതെ തന്നെ എന്തെങ്കിലും ജെനറ്റിക് മെറ്റീരിയൽസ് അൺപ്രഡിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും ഈ സൊല്യൂഷൻ എടുത്ത് കളക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് polyacrylate gel electrophoresis, a technique widely used in biochemistry, genetics and molecular biology and biotechnology to separate the biological macromolecules, usually proteins or nucleic acids, according to the electrophoretic mobility. Electrophoretic mobility അനുസരിച്ച് macromolecular separate ഉള്ള വേറെ ടെക്നിക്കാണ് polyacrylate gel electrophoresis എന്ന് പറയുന്നത്. Most commonly used for polyacrylate gels electrophoresis is sodium dodecyl sulfate ആണ് നമ്മൾ അധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. And used mostly for separation of proteins. Protein separation യൂസ് ചെയ്യുന്നതാണ് എന്ത് SDS PAG എന്ന് പറയുന്ന സംഭവം. SDS PAG നെ കുറിച്ച് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. Polyacrylate gels are chemically cross-linked. ഓൾറെഡി പറഞ്ഞതാണ് പോളിമറൈസേഷൻ ഓഫ് ആക്രിലമൈഡിന്റെയും ക്രോസ് ലിങ്കിങ് ഏജന്റ് യൂഷ്വലി മെത്തിനും ബിസാക്രിലമൈഡ് ലിങ്കേജുകൾ ഉണ്ടായത്. ആൻഡ് ദിസ് കോൾ ഓഫ് ദിസ് ടെക്നിക് എന്ന് പറയുന്നത് മിക്സഡ് സാമ്പിളിന്റെ സെപ്പറേറ്റ് നടന്നാല് അത് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ ക്വാണ്ടിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു യൂസ് PAGE to separate DNA and RNA
but proteins are the most common. DNA RNA ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേങ്കിൽ ഏറ്റവും കോമൺ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻസ് നമ്മൾ സെപ്പറേഷൻ വേണ്ടി ഇതിന്റെ സെപ്പറേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. Acrylamide solutions for resolving the stacking cells, isopropanol, distilled water, Zalodium bufferodome, running bufferodome, staining, de-staining solution, protein samples, molecular weight markers. And steps നോക്കുകയാണെങ്കിൽ steps involving polyacrylamide electrophoresis എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിൾ പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് പോളിയാക്രിലമൈഡ്, നെക്സ്റ്റ് ഇലക്ട്രോഫോറസിസ്, ഫൈനലി ഡിറ്റക്ഷൻ. പിന്നെ സാമ്പിൾ പ്രിപ്പറേഷൻ എങ്ങനെ നോക്കാം. സാമ്പിൾസ് മേ ബി എനി മെറ്റീരിയൽ കണ്ടൈനിങ് പ്രോട്ടീൻസ് ഓർ ന്യൂക്ലിക് ആസിഡ്. സാമ്പിൾ എന്ന് പറയുന്നത് ഏത് മെറ്റീരിയൽ ആയിരിക്കാം, പക്ഷെ അതിൽ എന്തുണ്ടായിരിക്കണം? പ്രോട്ടീൻസും ഉണ്ടാവണം, ന്യൂക്ലിക് ആസിഡും ഉണ്ടാവണം. To analyze a sample is optionally mixed with chemical denaturant if so desired, usually STS for proteins or urea for nucleic acids. അപ്പൊ നമുക്ക് കെമിക്കൽ ഡീനാച്ചുറേഷന് ആവശ്യമായി നമുക്ക് സാമ്പിൾ എന്ത് ചെയ്യാം? ഓപ്ഷനലി SDS അല്ലെങ്കിൽ പ്രോട്ടീൻസ് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹീറ്റിംഗ് സാമ്പിൾസ് അറ്റ്ലീസ്റ്റ് 60 degrees Celsius further promotes denaturations. സാമ്പിളിന് 60 ഡിഗ്രി സെൽഷ്യസ് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് ഡീനാച്ചുറേഷൻ സംഭവിക്കും. ട്രാക്കിംഗ് ടൈം മേ ബി ആഡഡ് ടു ദ സൊല്യൂഷൻ. അതിന് ശേഷം എന്ത് ചെയ്യാം? ട്രാക്കിംഗ് ടൈം ആഡ് ചെയ്യാം. ആൻഡ് ദിസ് ടിപ്പിക്കലി ഹാസ് എ ഹൈ അൾട്രാഫോർട്ടി മൊബിലിറ്റി. ഇത് കാരണം എന്താണ്? അൾട്രാഫോർട്ടി മൊബിലിറ്റി ഹൈ ആയിട്ടുണ്ട്. And then the analysis to allow the experiment to track the progress and solution through the gel during the ultraphoretic run. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രസ് ട്രാക്ക് ചെയ്ത് നമുക്ക് എന്ന് മനസ്സിലാക്കാം. ultraphoretic run എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ സ്റ്റെപ്സ് അങ്ങനെ ഒരു ഫിഗർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ പ്രിപ്പറേഷൻസ്. Gel typically consists of acrylamide and bisacrylamide produce cross-linked polymerase structure. The ratio of this bisacrylamide to acrylamide എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പർപ്പസ് നമുക്ക് വാരി ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള അവരുടെ റേഷ്യോ വാരി ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. In 35, the acrylamide concentration of the gel can also be varied. അതുപോലെ ആക്രിലമൈഡിന്റെ കോൺസെൻട്രേഷൻ ജെല്ലിൽ നമുക്ക് വാരി ചെയ്യാൻ പറ്റും. ജനറലി ഇൻ ദ റേഞ്ച് ഓഫ് 5% 25% നമുക്ക് വാരി ചെയ്യാം. ലോവർ പെർസെന്റേജ്, ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലോവർ പെർസെന്റേജ് ഓഫ് ദിസ് ജെൽസ് ആർ ബെറ്റർ റിസോൾവ് വെരി ഹൈ മോളിക്കുലർ വെയിറ്റ്. ഹൈ മോളിക്കുലർ വെയിറ്റിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് ഈ ലോവർ പെർസെന്റേജ് ജെൽസ് ആണ്. And while much higher percentage of acrylamides are needed to resolve small proteins. Small protein resolve ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് എന്ത് വേണം? acrylamide വേണം. Gels are usually polymerized between glass plates and gel cluster and comb inserted at the top and to create the sample. ജെൽ എന്ത് ചെയ്യണം? യൂഷ്വലി പോളിമറൈസ് ചെയ്യണം. 2 ഗ്ലാസ് പ്ലേറ്റിന്റെ അടിയിലായിട്ടാണ് വെക്കുന്നത്. ആൻഡ് വിത്ത് എ കോംബ് ഇൻസർട്ടഡ് അറ്റ് ദ ടോപ്പ് ക്രിയേറ്റ് ദ സാമ്പിൾ വെൽസ്. ആഫ്റ്റർ ദ ജെൽ പോളിമറൈസ് ചെയ്താൽ മതി. കോംബ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ജെല്ലി ഇലക്ട്രോഫോറസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു ജെൽ റിമൂവ് ചെയ്ത കോമ്പിന് ഇലക്ട്രോഫോറസിന് യൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയ ഫിഗർ സ്കീമാറ്റിക് ഡയഗ്രാം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡയഗ്രാം നോക്കിയാൽ വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. Electrophoresis നോക്കുകയാണെങ്കിൽ വേരിയസ് ബഫർ സിസ്റ്റംസ് ആർ യൂസ്ഡ് ഇൻ PAGE ഡിപ്പെൻഡിങ് ഓൺ ദ നാച്ചുറൽ സാമ്പിൾ ആൻഡ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് പലതരത്തിലുള്ള ബഫർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. The buffers used at the anode and cathode may be same or different. അപ്പോൾ ആനോഡിനോ കാഥോഡിനോ യൂസ് ചെയ്യുന്ന ബഫർ എന്ന് പറയുന്നത് ഒന്നിക്ക് സെയിം ആകാം അല്ലെങ്കിൽ ഡിഫറെന്റ് ആകാം. Electric field is applied across the gel and causing negatively charged proteins or nucleic acids to migrate across the gel. Electric field apply സമയത്ത് എന്ത് ചെയ്യും? നമ്മളെ പ്രോട്ടീൻസിൽ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ആൻഡ് നെഗറ്റീവ് ആൻഡ് ടുവാർഡ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ്സ്. അപ്പൊ ഈ മെട്രിക്സ് ആണെങ്കിൽ അത് പോകുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കായിരിക്കും, ആനോഡിലേക്ക് ദാറ്റ് ഓഫ് ദി നെഗറ്റീവ് ഇലക്ട്രോഡ്. Depending on their size, each molecule move differently on the gel matrix.
സ്മോൾ മോളിക്യൂൾസ് മോർ ഈസിലി ഫിറ്റ് ടു ദ പോർസ്. അപ്പൊ സൈസ് അനുസരിച്ചിട്ട് ഓരോ മോളിക്യൂൾസും പല രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നതോട് പറഞ്ഞു. സ്മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ അവര് പോർസിൽ കൂടി പാസ് ചെയ്യും. ലാർജ് മോളിക്യൂൾസ് ആണെങ്കിൽ നല്ല ഡിഫിക്കൽട്ട് ആണ്. The gel is run usually for few hours. For few hours gelling run ചെയ്യും. And through this depends on the voltage applied across the gel. At such amount of time biomolecules will be having a different distance. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് ഒരു ഡിസ്റ്റൻസിലേക്ക് ബയോമോളിക്യൂൾസ് മൂവ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സ്മോളർ ബയോമോളിക്യൂൾസ് ട്രാവൽസ് ഫാദർ ദാൻ ദ ജെൽ. അപ്പോൾ സ്മോളർ ബയോമോളിക്യൂൾസ് എന്തുണ്ടാവും, ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് സ്മോളർ മോളിക്യൂൾസ് ആണെന്ന് പറയുന്നത്. While larger ones remains closer to the point of origin. അപ്പൊ അതിന്റെ ആ ഒരു ഫിഗർ സെപ്പറേറ്റ് പ്രോട്ടീൻ മാസ് അതിന്റെ ഒരു ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡിറ്റക്ഷന്. Following electrophoresis, gel may be stained and brilliant blue or autonomography and allow visualizing the separation proteins present further. ഇലക്ട്രോഫോറസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ സാധനത്തെ പ്രോട്ടീൻസിന്റെ ബാൻഡ് ഡിറ്റക്ട് ചെയ്യണം. ആഫ്റ്റർ സ്റ്റെയിനിങ് ഡിഫറെന്റ് സ്പീഷീസ് ബയോമോളിക്യൂൾസ് അപ്പിയേഴ്സ് ആസ് എ ഡിസ്റ്റിങ്ക്ട് ബാൻഡ്. സ്റ്റെയിനിങ് ശേഷം എന്ത് ചെയ്യും, ഈ ബയോമോളിക്യൂൾസിന് ഡിഫറെന്റ് ബാൻഡ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് കോമൺ ടു റൺ മോളിക്കുലർ വെയിറ്റ് മാർക്കേഴ്സ് ടു നോ മോളിക്കുലർ വെയിറ്റ്. അപ്പോൾ മോളിക്കുലർ സൈസ് മാർക്കേഴ്സ് യൂസ് ചെയ്ത് മോളിക്കുലർ വെയിറ്റിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. And determine the approximate molecules mass of unknown biomolecules by comparing the species. However, it is common to run molecular weight size markers of no molecular weight in a separate line. അപ്പോൾ നമുക്ക് അതിന്റെ അടിസ്ഥാന സൈസ് അനുസരിച്ച് നമുക്ക് മോളിക്കുലർ വെയിറ്റ് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് സാമ്പിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെപ്പറേറ്റ് ലൈനിലേക്ക് വരും. അങ്ങനെ നമുക്ക് അവിടെ കിട്ടിയ സാധനം കാലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അവരുടെ അപ്രോക്സിമേറ്റ് മോളിക്കുലർ മാസ് ഓഫ് അൺനോൺ ബയോമോളിക്യൂൾസ് കമ്പയർ ചെയ്യാൻ പറ്റും. അത് ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു അതൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് അവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ മെഷർ മോളിക്കുലർ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെപ്റ്റൈഡ് മാപ്പിംഗ്, എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻസ്, എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻ സബ്യൂട്ടർ അഗ്രഗേഷൻ സ്ട്രക്ചേഴ്സ്, എസ്റ്റിമേഷൻ ഓഫ് പ്രോട്ടീൻ പ്യൂരിറ്റി, പ്രോട്ടീൻ ക്വാണ്ടിഫിക്കേഷൻ, മോണിറ്ററിംഗ് പ്രോട്ടീൻ ഇന്റഗ്രിറ്റി, comparison of polypeptide composition of different samples, analysis of number and size of polypeptide subunits, post electrophoresis applications such as Western blotting. ഇതിലാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് സ്റ്റേബിൾ കെമിക്കലി ക്രോസിംഗ് ജെല്ലാണ്. അതിന് ഗ്രേറ്റ് റിസോൾവിംഗ് പവർ ഉണ്ട്. ക്യാൻ അക്കോമഡേറ്റ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് DNA അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. DNA റിക്കവർഡ് ഫ്രം ദി പോളിക്ലോണിക് ജെൽ ഈസ് എക്സ്ട്രീംലി പ്യൂർ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന DNA ഭയങ്കര പ്യൂർ ആയിട്ടുള്ള സാധനമായിരിക്കും. And the pore size and polyclinic gels can be altered and easily in a controllable fashion by changing the literal concentration of two monomers. And disadvantages of cutting is generally more difficult to prepare than food, having the longer time of preparation than agarostar. Prepare very difficult ആണ്. അവിടെ toxic monomers ഉണ്ടാവും. ഇതിന്റെ basically toxic monomers ഉണ്ടാവും. The gels are tedious to prepare and leak. Next year, last one on SDPE, PAGE in the electrophoresis, sodium dodecasulfate, polyacrylamide gel electrophoresis. Standard tests that used to determine the charged molecules, mainly proteins and nucleic acids. We proteins and nucleic acids use standard technique and the STS PAGE technique. Widely used in biochemistry, forensics, genetics, and molecular biology. Lamellar systems of STS PAGE was first introduced in 1970s and first introduced ചെയ്തിട്ടുള്ളത്. ഈ പ്രിൻസിപ്പിൾ ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് പ്രോട്ടീൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പ്രോട്ടീൻസ് ഇലക്ട്രിക് ഫീൽഡിൽ സെപ്പറേറ്റ് ചെയ്യും. സെമിസോൾഡ് മീഡിയം. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ലിക്വിഡ് അല്ലെങ്കിൽ സെമിസോൾഡ് മീഡിയത്തിൽ കൂടി മൈഗ്രേറ്റ് ചെയ്യും. സബ്ജക്ട് ഇലക്ട്രിക് ഫീൽഡ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് സെമിസോൾഡ് മീഡിയത്തിൽ കൂടി അവര് മൈഗ്രേറ്റ് ചെയ്യും. ഫ്രം ആനോഡ് ടു കാഥോഡ് ടർമിനൽ, ആനോഡിൽ നിന്ന് കാഥോഡ് ടർമിനലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും.
Molecules flow at different rates depends on molecular size of proteins. പ്രോട്ടീൻസിന്റെ സൈസ് അനുസരിച്ച് അവർ ഡിഫറെന്റ് റേറ്റസിലായിരിക്കും റേറ്റിലായിരിക്കും അവർ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിലൊരു ഫിഗർ ആണ് കൊടുത്തത്. സ്മോളർ ഫ്രാഗ്മെന്റ്സ് എവിടെയാണുള്ളത് നോക്കാം. അതുപോലെ ഹൈ MW ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഒരു മേലെയുണ്ട്, സ്മോൾ ആൾക്കാരാണെങ്കിൽ താഴെയുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. STS got large proteins migrate slowly. Large proteins, STS got ചെയ്ത large proteins ഭയങ്കര സ്ലോ ആയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുക ജെല്ലിൽ കൂടി. സ്മോളർ പ്രോട്ടീൻസ് ആണെങ്കിലോ ഈ ജെൽ മെട്രിക്സിൽ കൂടി സ്പീഡിൽ മൂവ് ചെയ്യും. ദ നിയറർ ദ ബാൻഡ് ടു ദ വെൽ ദ ലാർജർ മോളിക്കുലർ സൈസ് ഓഫ് പ്രോട്ടീൻ. അപ്പൊ എത്രത്തോളം ബാൻഡിന്റെ അടുത്താണ് ബാൻഡ് ഉള്ളത്, അതിന്റെ അടുത്ത് എന്ന് പറയുന്നത് മോളിക്കുലർ സൈസ് എന്ന് പറയുന്നത് പ്രോട്ടീന്റെ വളരെ കൂടുതലാണ്. SDS എന്ന് വെച്ചാൽ നെഗറ്റീവ്ലി ചാർജ് ഡിറ്റർജന്റ് സോഡിയം ഡോഡെക്കൽ സൾഫേറ്റ്. അതാണ് ഈ SDS എന്ന് പറയുന്നത്. സോഡിയം ഡോഡെക്കൽ സൾഫേറ്റ് ആണ്. ആൻഡ് യൂസ് ടു ഡിറ്റർമൈൻ ഡീനേച്ചർസ് ആൻഡ് ലീനിയറൈസ് ദ പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനെ ഡീനേച്ചർ ചെയ്യാൻ വേണ്ടി ലീനിയറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. കോട്ടഡ് ദ പ്രോട്ടീൻസ് വിത്ത് നെഗറ്റീവ്ലി ചാർജ്. അപ്പൊ ഈ എന്താ പറയാ ഫോൾഡ് പ്രോട്ടീൻ വിത്ത് ഡ്രസ്സിംഗ് ചെയ്ത ആൾക്കാരെ SDS കൊടുക്കുന്നത് സംഭവിക്കും. ഡീനേച്ചർഡ് പ്രോട്ടീൻ വിത്ത് യൂണിഫോം ഡീറ്റാച്ച്, അതായത് ക്രോസ് ആയിട്ട് ആൾക്കാർ ലീനിയർ ആക്കാനും ഡീനാച്ചുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് SDS യൂസ് ചെയ്യാൻ പറ്റും. ഇനി പ്രോസസ് നോക്കുകയാണെങ്കിൽ ബോയിൽ ദ സാമ്പിൾ ഫോർ 10 minutes ടു കംപ്ലീറ്റ് ഡിനേച്ചേഴ്സ് പ്രോട്ടീൻ ഡിനേച്ചർ എവിടെ ചെയ്യുക, സാമ്പിൾ 10 മിനിറ്റോളം ബോയിൽ ചെയ്യിപ്പിക്കുക. അസംബിൾ ദ ജെല്ലിന്റെ അപ്പാരറ്റസ്, അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ജെല്ലിൽ അസംബിൾ ചെയ്യുക, അപ്പാരറ്റസിൽ അസംബിൾ ചെയ്യുക. ഫോർ ദ ബഫർ സൊല്യൂഷൻ ഇൻ ദ ചാമ്പർ, ബഫർ സൊല്യൂഷൻ samples load ചെയ്യുന്നുണ്ട്. And after that run interference by connecting the current supplies. അതിനുശേഷം ഇന്റർഫോറൻസ് നടത്താം, കറണ്ട് സപ്ലൈസ് ആവശ്യമുള്ള കൂടുതൽ ഇന്റർഫോറൻസ് ചെയ്യിപ്പിക്കാം. ഇനി എങ്ങനെയാണ് നമുക്ക് പ്രോട്ടീൻ ബാൻഡ്സിന് വിഷ്വലൈസ് ചെയ്യുക? വിഷ്വലൈസേഷൻസ് ഓഫ് ദിസ് ബാൻഡ് അണ്ടർ UV ലൈറ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് സ്റ്റൈൽ യൂസ് ചെയ്യാം. ഒന്ന് പറയുന്നത് കുമിസ് ബ്ലൂ എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ് സ്റ്റെയിനിങ് ഫോളോഡ് ബൈ ഡീസ്റ്റെയിനിങ് ടു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻ എന്ന് പറയുന്നത് ഭയങ്കര കോമൺ യൂസേഴ്സ് ആണ് ഈ കുമിസ് ബ്ലൂ എന്ന് പറയുന്നത്. പക്ഷെ സെൻസിറ്റീവ് ആണ്. ഇൻടു ടു 100 mg ഓഫ് പ്രോട്ടീൻസ്. പിന്നെയുള്ളത് സിൽവർ സ്റ്റെയിൻ ആണ്. മോസ്റ്റ് സെൻസിറ്റീവ് ഉള്ള ടെസ്റ്റ് ആണ്. ഡിറ്റക്ഷൻ ലിമിറ്റ് 0.1 to 1 ലോങ് ഓഫ് പ്രോട്ടീൻസ് വരെ മാത്രമേ ഉള്ളൂ. വെസ്റ്റേൺ ബ്ലോട്ടും കൊമിസ് ബ്ലൂവും അതുപോലെ തന്നെ സിൽവർ സ്റ്റെയിനും ആയിട്ട് മൂന്നാൾക്കാരെ വ്യത്യാസമാണ് ഉള്ളത്. ഇനി ആപ്ലിക്കേഷൻസ് നോക്കാൻ ഡിറ്റർമൈൻ പ്യൂരിറ്റി ഓഫ് പ്രോട്ടീൻ സാമ്പിൾസ്. പ്രോട്ടീൻ സാമ്പിൾസിന് പ്യൂരിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഒരു പ്രോട്ടീന്റെ മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈഡ് ദി ഡൈസൾഫൈഡ് ബോണ്ട്സ് ബിറ്റ്വീൻ പ്രോട്ടീൻ ഡൈസൾഫൈഡ് ബോണ്ട്സിന് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ക്വാണ്ടിഫൈ ദ പ്രോട്ടീനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലോട്ടിംഗ് ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യാം. അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ മൈഗ്രേഷൻ പ്രൊപ്പോർഷന്റെ മോളിക്കുലർ വെയിറ്റ് ആണ്. ഇവിടെ എത്ര മൈഗ്രേഷൻ വരുന്നത് മോളിക്കുലർ വെയിറ്റ് പ്രൊപ്പോർഷണൽ ആണ്. ഹൈ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് സപ്പറേറ്റ്സ് 2% ഡിഫറൻസ് ഇൻ ദ മാസ്. requires small amount of samples and small stable chemically crossing ഡിസർട്ടേജ് ആണെങ്കിൽ പൂർ ബാൻഡ് സൊല്യൂഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഹൈ ആൽക്കലൈൻ ഓപ്റ്ററേറ്റീവ് പേജ് കാരണം ജെൽ ഇമ്പോർട്ടന്റ് ന്യൂട്രോടോക്സിൻ കെമിക്കൽ. ജെൽ പ്രിപ്പറേഷൻ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് റിക്വയർ ലോങ്ങർ ടൈം. ജെൽ പ്രിപ്പറേഷൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ ലോങ്ങർ ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുണ്ട്. പിന്നെ കോസ്റ്റ് അത് ഹൈ ആണ്. കൺക്ലൂഡ് ആണെങ്കിൽ SDS PAG is a technique that used to separate proteins according to their molecular size. ജെല്ലിൽ അതിന്റെ മോളിക്കുലർ സൈസ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് ആണ് STC PAG ടെക്നിക്സ്. അഗാറസും എല്ലാം ലോകത്തിന് സൈസ് അനുസരിച്ച് നമുക്ക് ചില പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാം. പ്രോട്ടീൻസ് ആർ അൺഫോൾഡ് ആൻഡ് മൈഗ്രേറ്റ് അറ്റ് ഫ്രം കാഥോഡ് ടു ആനോഡ് ടെർമിനൽ അറ്റ് ഡിഫറെന്റ് ടൈപ്സ്. കാഥോഡ് ആനോഡ് ടെർമിനലിലേക്ക് ഡിഫറെന്റ് ടൈപ്സിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. Molecular weight system and we come by result with the standard curve regime motility of the standard protein. Standard protein motility നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവരെ കേർവില് ഡിഫറൻസ് മനസ്സിലാക്കി എന്ത് ചെയ്യും, ഗ്രാഫ് വരക്കാൻ വേണ്ടി പറ്റും. താങ്ക് യു.